ലവ് ഞെട്ടിക്കലിന് ശേഷം സത്യം പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷ് മറ്റൊരു ഞെട്ടിക്കൽ ചെയ്തു. ഇത് ശരിക്കും അനീഷ് അവിടെ എന്ത് ഗെയിമാണ് എടുത്തേക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. അനീഷ് ഈ ഒരു ലവ് പ്രപ്പോസൽ അല്ലെങ്കിൽ ആ ഒരു അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് അത് ചെയ്തത് ഒരു സ്ട്രാറ്റജിയോ ഗെയിമോ ആണെന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ ഒന്നുകിൽ അനുമോള് ആ പ്രപ്പോസൽ നിഷേധിച്ചതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് അനുമോളോടുള്ള ഒരു പിണക്കം, അതൊരു ചൈൽഡിഷ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒരു പിണക്കമോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എൻ്റെ പൊന്ന് അനുമോളെ ഈ അനീഷിനെ ഒന്നും പ്രേമിച്ചേക്കല്ലേ. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നെഗറ്റീവായി പോയി, കട്ട നെഗറ്റീവായി പോയി. എന്താണെന്ന് പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നത്, ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ശരിക്കും ഇതൊരു ഗെയിമോ സ്ട്രാറ്റജിയാണ് അനീഷ് കാണിക്കുന്നതെങ്കിൽ അനീഷ് ഒരു മിടുക്കൻ തന്നെ, ഒരു കില്ലാടി തന്നെ. പക്ഷേ അതൊന്നും അല്ല, ഇതൊരു റിയൽ ലവ് ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ആ ഒരു പ്രപ്പോസലിന് ശേഷം അനുമോളോട് ഇപ്പൊ അനീഷ് കാണിക്കുന്ന സ്വഭാവം ഭയങ്കര ചീപ്പാണ്. അതായത് ആ ഒരു ഗെയിമിനകത്ത് അനുമോളെ ബ്ലെയിം ചെയ്തത് ഏറ്റവും കൂടുതലും ഈ ഒരു ആഴ്ചത്തെ അനുമോളുടെ ഇഷ്യൂവിനകത്ത്, ഈ ഒരു ആഴ്ച അനുമോളുടെ ഇഷ്യൂവിന് എല്ലാത്തിനും കാരണം ഈ സാബുമാനാണ്. അതായത് അന്ന് ആ ഒരു പയറ് തോരൻ മര്യാദയ്ക്ക് കിട്ടിയത് അത്രയും കഴിച്ചിരുന്നുവെങ്കിൽ അത് അനുമോള് ധാരാളം കൊടുത്തിരുന്നു. എന്നിട്ടും അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതുകൊണ്ടാണ് ആ ഒരു കറിപ്പാത്രത്തിൽ ഇരുന്നത് മൊത്തവും വേണം എന്ന് പറഞ്ഞ് വഷളാക്കിയത് സാബുമാനാണ്. അതന്ന് ചൂണ്ടിക്കാണിച്ച ഒരേ ഒരു വ്യക്തി, അനുമോളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു വ്യക്തി അനീഷാണ്. എന്നിട്ട് പോലും ഈ പറയുന്ന ആ ഒരു ജയിൽ നോമിനേഷന്റെ കേസ് വന്നപ്പോഴത്തേക്കും അനീഷ് പ്യോറായിട്ടും കംപ്ലീറ്റ് ആയിട്ടും അനുമോൾക്കെതിരെ തിരിഞ്ഞു. അതിന് ഒരൊറ്റ റീസണായി ഞാൻ കാണുന്നുള്ളൂ. അനുമോള് ആ ഒരു പ്രപ്പോസലിനകത്ത് കാണിച്ച ആ ഒരു എന്താ പറയാ, ഒട്ടും തന്നെ ഓക്കെ അല്ലാത്ത കണക്കും നോ പറഞ്ഞ കണക്കും അനീഷിനെ തള്ളിക്കളഞ്ഞ ഒരു നോ അക്സെപ്റ്റ് ചെയ്യാൻ അനീഷിന് സാധിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്കും അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ തോന്നിയത്. ആ ഒരു നോയ്ക്ക് ശേഷം സത്യം പറഞ്ഞ ഒരു പിണങ്ങി എണീറ്റ് പോകുന്നു. അനുമോൾ സംസാരിക്കാൻ വരുമ്പോൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ പറയുന്ന ഒരു ജയിൽ നോമിനേഷനിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ അനുമോളെ ആദ്യം തന്നെ അനീഷ് ചൂസ് ചെയ്യുന്നു. അനുമോളെ മാത്രമല്ല ആദിലേനെയും ചൂസ് ചെയ്തു. കാരണം ഇവർ രണ്ടുപേരും പിണങ്ങിയതാണ് പ്രശ്നമെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് അനീഷ് അവിടെ ചൂസ് ചെയ്തത്. പക്ഷേ സാബുമാനെ അനീഷ് കണ്ടില്ലേ? എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന അനീഷ് സാബുമാനെ എന്തുകൊണ്ട് ജയിൽ നോമിനേഷന് വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടില്ല? ബാക്കി ഈ പറയുന്ന അനുമോളും അതുപോലെ നെവിനും ഒക്കെ ഈ പറയുന്ന സാബുമാനെ അവിടെ ചൂണ്ടിക്കാണിച്ചു. അത് മാത്രമല്ല ഒരു വ്യക്തിത്വം ഇല്ലാതെ അല്ലെങ്കിൽ എല്ലാവരെയും പ്ലീസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒരു സേഫ് ഗെയിം കളിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് താൻ സേഫ് ആകുമെന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ കുറിച്ചൊന്നും നെഗറ്റീവ് വരല്ലേ, പ്രേക്ഷകരൊന്നും തന്നെ കുറിച്ച് നെഗറ്റീവ് പറയല്ലേ, പിന്നെ ബിഗ് ബോസ് വീട്ടിൽ പ്രോട്ടീൻ മാത്രം നോക്കി നടക്കുന്ന സാബുമാനെ എന്തുകൊണ്ട് അനീഷ് നോമിനേറ്റ് ചെയ്തില്ല? പിന്നെ അത് മാത്രമല്ല, ഒരു ക്യാപ്റ്റൻസി അടുത്ത ആഴ്ച ഒരു ക്യാപ്റ്റൻസി ഉണ്ടായിരിക്കത്തില്ല. ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വേണ്ടിയിട്ട് വെറുതെ ബിഗ് ബോസ് ജസ്റ്റ് ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അനീഷ് ആയിരുന്നു ആദ്യം വന്നത്. അപ്പോൾ അനീഷ് വന്നിട്ട് കുറേ നേരം സ്റ്റക്കായി. കാരണം ഈ ഒരാഴ്ച അനീഷ് മൊത്തം ഫോക്കസ് ചെയ്തതും ഈ പറയുന്ന അനുമോളെയാണ്. അനുമോള് എന്ത് ചെയ്യുന്നു, അനുമോൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു, അനുമോളുടെ കൂടെ പോയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം മേ ബി ഈ ഒരു ക്യാപ്റ്റൻസി അല്ലെങ്കിൽ ഈ ഒരാഴ്ച നന്നായിട്ട് ചെയ്തത് ആരെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആദ്യം ഒന്ന് സ്റ്റാമറിങ് ചെയ്തത്. അതിനുശേഷം അനീഷ് ഡയറക്റ്റ്ലി കയറി അനുമോൾക്ക് ഓപ്പോസിറ്റ് പറയാൻ വേണ്ടി നെവിനെ ചൂസ് ചെയ്തതുപോലെ തോന്നി. അതായത് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിരുന്ന അനുമോള് ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി പുണ്യം ചെയ്ത നെവിൻ എന്ന് ചൂസ് ചെയ്തു. എനിക്ക് ഈ ആഴ്ചത്തതിനകത്ത് നെവിനെ ചൂസ് ചെയ്തതിനകത്ത് ഒരു കണക്കിന് ശരി. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്ന അഗ്രസീവ്നെസ് ഒക്കെ ഒന്ന് കുറച്ചു. അതിന്റെ റീസൺ അത് നെവിൻ അടിപൊളി ആയതുകൊണ്ടോ നന്മമരമായതുകൊണ്ടോ നല്ലതായതുകൊണ്ടോ അല്ല. ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ആര്യൻ ഔട്ടായപ്പോഴേ ഉറപ്പിച്ചു, അയ്യോ ഇനി താനേ ഉള്ളൂ, സാബുമാൻ എന്തായാലും പോകില്ല, അപ്പൊ തന്നെ ആയിരിക്കും ഇനി ഔട്ടാക്കാൻ പോകുന്നെന്നുള്ളൊരു പേടി. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച തന്നെ നെവിൻ പേടിച്ചു. അപ്പോൾ ഉണ്ടായ ഒരു മാറ്റം മാത്രമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു പരിധിവരെ അതുകൊണ്ടാണ് അനുമോളടുത്ത് പോയി പാച്ചപ്പായി സംസാരിക്കുന്നതും കെയറിങ് കാണിക്കുന്നതും എല്ലാം. പിന്നെ അനീഷിന് ഇനി ഓക്കെ നെവിൻ അല്ലാതെ വേറെ എവിടെ പറയാൻ, ചിലപ്പോൾ ഷാനവാസിനെ പറയാമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലൊക്കെ ആയി, കഴിഞ്ഞ ആഴ്ച ഈ ഒരു ടാസ്കിനകത്തൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ഞാൻ ക്യാപ്റ്റൻസിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരാഴ്ച നന്നായിട്ട് നിന്നത് ഷാനവാസാണെന്ന് പറയാമായിരുന്നു. അതും ചെയ്തില്ല. പിന്നെ ഈ ആഴ്ച ക്യാപ്റ്റൻ നല്ലതായതുകൊണ്ടാണല്ലോ ഈ ഹൗസിൽ ഒരാൾക്കും കുറ്റങ്ങളൊന്നുമില്ല. എന്നാ പിന്നെ നൂറെ പറയാമായിരുന്നു, നൂറ നല്ലൊരു ക്യാപ്റ്റൻ ആണെന്ന് പറയാമായിരുന്നു. അതും ചെയ്തില്ല. അനുമോള് കിച്ചണിൽ നിന്ന് പോയി എന്ന് പറയാൻ വേണ്ടി തന്നെ അവിടെ നെവിനെ എടുത്തതുപോലെ എനിക്ക് തോന്നി. പിന്നെ ബാക്കി
ബാക്കി എല്ലാവരും നെവിനെ പറഞ്ഞത് ഈ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് റിലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജയിൽ നോമിനേഷൻ വന്ന സമയത്ത് അനുമോളെ കുറിച്ച് ആദ്യമേ തന്നെ പറഞ്ഞിട്ട് ഈ ഒരാഴ്ച അനീഷ് എവിടൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്തോ അവിടെയൊക്കെ നെഗറ്റീവായിട്ട് അനുമോളെ കുറിച്ച് പറഞ്ഞു വെച്ചു എന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ അനുമോൾക്ക് വേണ്ടിയിട്ട് സാബുമാനെതിരെ സംസാരിച്ച ആളാണ് അനീഷ്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, ജയിൽ നോമിനേഷൻ വന്നപ്പോഴത്തേക്കും ഈ ഒരു ലവ് പ്രപ്പോസൽ അതിൻ്റെ ഒരു റിജക്ഷൻ കിടക്കുന്നത് കൊണ്ട് മാത്രം അനീഷ് അങ്ങനെ പെരുമാറിയോ എന്നെനിക്കൊരു ഡൗട്ട് തോന്നി. പിന്നെ ബാക്കി കാര്യത്തിൽ അനുമോൾക്ക് കുറച്ചധികം അഹങ്കാരത്തിനുള്ള നല്ല ചുട്ടാട്ടി തന്നെയാണ് കിട്ടുന്നത്. കാരണം അനീഷിന് ശേഷം അനുമോളാണ് ഈ പറയുന്ന ഈ ആഴ്ച ഏറ്റവും നല്ല മികച്ചതായിട്ട് ഗെയിം കളിച്ചത്. അത് പറയാൻ വന്നത് അനുമോളായിരുന്നു. അനുമോൾ ഓൾവേസ് ചെയ്യുന്നതിനകത്ത് എല്ലാവരും പരാതി പറയുന്നതിന്റെ റീസൺ മറ്റാർക്കും തോന്നാത്ത ഒരു വ്യൂ പോയിന്റിലേക്ക് അനുമോള് ചുരുങ്ങുന്നത് കൊണ്ടാണ്. അതായത് ലക്ഷ്മി ഇപ്പോഴും പറയാറുണ്ടായിരുന്നു അനുമോള് വോട്ട് അസാധുവാക്കുന്നു എന്ന്. ഇന്ന് അക്ബർ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞൊരു കാര്യം അസാധുവാക്കി. എങ്ങനെ? ബാക്കി എല്ലാവരും ഈ ക്യാപ്റ്റൻസി അല്ലെങ്കിൽ ഈ ഒരാഴ്ചത്തെ മികച്ച പെർഫോമൻസ് എന്ന് പറയുന്ന പേരിൽ നെവിനെ പറഞ്ഞപ്പോൾ അനുമോള് മാത്രം അനീഷേട്ടനെ പറഞ്ഞു. അനീഷേട്ടനെ കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യം ഈ പറയുന്ന അനുമോൾക്ക് ഇല്ലായിരുന്നു. കാരണം അനുമോള് ഈ ഒരു ആഴ്ചത്തെ പെർഫോമൻസിനനുസരിച്ച് പറഞ്ഞത് അനുമോളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. അനുമോളുടെ ആദിലയുടെയും പ്രശ്നം പരിഹരിക്കാൻ വന്ന അനീഷിനെ കുറിച്ച് ആ ഒരു വേദിയിൽ പറയരുത്. കാരണം എന്ന് വെച്ചാൽ ആ പറഞ്ഞ കാര്യം മൊത്തത്തിൽ ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ആളാണ്. അനുമോളെടുത്ത് കാഴ്ചവെച്ച ആളല്ല. അപ്പോൾ അനുമോൾ ഒരു കാരണവശാലും അനീഷിന്റെ പേര് പറയരുത്. അപ്പൊ അനുമോൾക്ക് അതിനൊക്കെ അത് കിട്ടണം, അടി കിട്ടണം അവിടെ. പിന്നെ ഒരു കാര്യവുമില്ലാതെ അനീഷിനെ കുറിച്ച് വാതോരാതെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. തന്നെ ഹെൽപ്പ് ചെയ്തു, അവിടെ വേറെ ജോബ് ഉണ്ടായിട്ട് തനിക്ക് വേണ്ടിയിട്ട് അടുക്കളയിൽ ഓരോന്ന് ചെയ്തു. അതൊന്നും അവിടെ പറയാനുള്ള ഒരു വോയിസ് അനുമോൾക്ക് ആ ഒരു നിമിഷം ഇല്ലായിരുന്നു. നേരെ മറിച്ച് അനുമോൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു നൂറയുടെ പേര് പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ക്യാപ്റ്റൻസിയിൽ അവിടെ അനുമോളെ മാറ്റുന്ന കാര്യത്തിൽ ഈ പറയുന്ന കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ടുള്ള സാബുമാനോട് പോലും പറയാതെ അവിടെ ആ ഒരു ക്യാപ്റ്റൻസി മാറ്റിയ വ്യക്തിയാണ് നൂറ. അതുകൊണ്ട് നൂറയ്ക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ആ അനുമോള് അക്ബറിനെ പറഞ്ഞാലും ബെസ്റ്റ് ആയിരുന്നേനെ, അല്ലെങ്കിൽ ആദിലേനെ പറയാമായിരുന്നു, അല്ലെങ്കിൽ നന്നായിട്ട് ഗെയിം കളിച്ചു എന്നുള്ള പേരിൽ നൂറേനെ പറയാമായിരുന്നു. അതൊന്നും ചെയ്യാതെ അനുമോൾക്ക് എന്തോ നല്ലത് ചെയ്തു കൊടുത്തു എന്ന പേരിൽ അനുമോൾ അനീഷിനെ പറഞ്ഞു. അതൊരു വലിയ തെറ്റാണെന്ന് പറയാൻ റീസൺ എന്ന് വെച്ചാൽ അനീഷ് അവിടെ നെവിനെ പറഞ്ഞ് എല്ലാവർക്കും മുന്നിലേക്ക് നെവിനെ ഒന്ന് ഇട്ടുകൊടുത്തു. എല്ലാവരും ഒപ്പം നെവിനെ ഏറ്റുപിടിച്ചു. അതേപോലെ ഈ പറഞ്ഞ അനുമോളുടെ പേഴ്സണൽ കാര്യം ചോയ്സിൽ വെച്ചിട്ട് അനീഷിനെ പറഞ്ഞു. അവിടെ നാണം കെട്ടെന്ന് വേണമെങ്കിൽ പറയാം. ആദിലയും നൂറയും ഒക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇനി ജയിൽ നോമിനേഷന്റെ കേസിൽ വന്നപ്പോൾ അനുമോള് തകർത്തു. അതിന് കാരണം സാബുമാനെ കുറിച്ച് പറയാനുള്ളതെല്ലാം അനുമോള് പറഞ്ഞു. എങ്കിലും സാബുമാൻ അവിടെ ഫൈറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സാബുമാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ പ്രേക്ഷകരെ ഈ പറയുന്ന അനുമോള് ഭയങ്കര മാനിപ്പുലേറ്റിംഗ് ആണ്, അതുപോലെ അനുമോള് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിപ്പിക്കും, അനുമോൾക്കൊന്നും നിങ്ങൾ വോട്ട് കൊടുക്കരുത് എന്നൊക്കെയാണ് സാബുമാൻ പറഞ്ഞത്. സാബുമാന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുത്തിത്തിരിപ്പും ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരദൂഷണം പറച്ചിലും നാരദപ്പണിയും ഒക്കെ സാബുമാൻ എടുക്കുന്നത് നമ്മളും കാണുന്നുണ്ട്. പിന്നെ അനുമോളുടെ കാര്യത്തിൽ അനുമോള് മാക്സിമം അനുമോളുടെ മാത്രം ഒരു സെൽഫ് സോണിലാണ് അനുമോള് ഗെയിം കളിക്കുന്നത്. അവിടെ ആ സാബുമാൻ പറഞ്ഞ കാര്യം കുറെ അധികം വശപ്പശക്ക് പിടിച്ച കാര്യമാണ്. പക്ഷെ നെവിൻ അത് സാബുമാനെ കുറിച്ച് നല്ലതുപോലെ സംസാരിച്ചു. അക്ബർ സാബുമാനെ കുറിച്ച് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സംസാരമായിരുന്നു അക്ബറിൻ്റെത്. അപ്പോൾ എനിവേ അനീഷ് അനുമോൾ തമ്മിലുള്ള ആ ഒരു രാവിലെ കണ്ട ലവ് കെമിസ്ട്രി എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ടാണ് ഉച്ച കഴിഞ്ഞിട്ട് തോന്നിയത്. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണത് തോന്നുന്നത്? എനിക്കിപ്പോൾ ഭയങ്കര അനീഷിന്റെ പെരുമാറ്റം തന്നെയാണ് എനിക്ക് അതിന് കാരണമായിട്ട് തോന്നിയത്. പിന്നെ ഒരു ബെസ്റ്റായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജെനുവിനിറ്റി ഉള്ളതായിട്ട് പിന്നെ അങ്ങോട്ട് തോന്നിയതേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യം എന്തായാലും കമന്റിൽ പറയുക. സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി സുമരാം. ബൈ.